ഒളകരക്കാർക്കിത് സന്തോഷത്തിൻ്റെ പെരുമഴക്കാലം. ഭൂമിയുടെ അവകാശികളായി മാറിയത് 44 പട്ടികവർഗ കുടുംബങ്ങളാണ്. പ്രതീക്ഷയുടെ പുതുയുഗപ്പിറവി. കാത്തിരിപ്പിൻ്റെ കഴിഞ്ഞ കാലമെല്ലാം ഒരു പഴങ്കഥയായി ഓർമ്മകളിൽ ചേക്കേറിക്കഴിഞ്ഞിരിക്കുന്നു. ഒളകരയിലെ അവിടുത്തെ താമസക്കാരുടെ ഭൂപ്രശ്നം കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുകയും അത് പരിഹാരം കിട്ടാതെ അത് മുന്നോട്ട് പോവുകയായിരുന്നു. അവരെ സംബന്ധിച്ച് ഏതാണ്ട് പീച്ചി ഡാം വരുന്നതിന് മുമ്പേ, പീച്ചി ഡാം വന്നിട്ട് 68 വർഷം കഴിഞ്ഞു. അതിനു മുമ്പേ അവരുടെ പൂർവികർ അവിടെ താമസമാക്കിയതാണ്. പിന്നീടാണ് ഞങ്ങൾ ഈ ഒളകര പ്രദേശത്തെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കൃഷികൾ, നാണ്യവിളകൾ, ഭക്ഷ്യവിളകളൊക്കെ കൃഷി ചെയ്ത് അതോടൊപ്പം തന്നെ വനത്തിന് പച്ചമരുന്നുകളൊക്കെ ശേഖരിച്ച് കുഴപ്പമില്ലാത്ത നല്ലൊരു ജീവിതമാണ് എല്ലാവർക്കും. പിന്നീട് ആണ് ജെണ്ടകൾ വന്നിട്ടുള്ളത്. ജെണ്ടകൾ വന്നതോടുകൂടി ഈ ആളുകളെ കൃഷി ചെയ്യാനുള്ള ആവശ്യവും അതുപോലെ തന്നെ ചില വന നിയമങ്ങളൊക്കെ തന്നെ വനത്തിലൂടെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതോട് പിന്നെ ആളുകൾ പലതരത്തിലുള്ള സമരങ്ങൾ, പ്രതിഷേധങ്ങൾ ഇതൊക്കെ തന്നെ ഭൂമി കിട്ടുന്നതിന് വേണ്ടി ആരംഭിച്ചുകൊണ്ടിരുന്നു. വീട് വെച്ചിട്ട് വീട്ടിലേക്ക് ഒന്ന് അടിച്ച് തള്ളി കളയാനോ ഒരു വെള്ളങ്ങൾ ഒഴിച്ച് കളയാനോ ഒന്നിനും സ്ഥലമില്ലാതെ ഞങ്ങൾ ഒരു ചെറിയൊരു വീടും വെച്ചിട്ട് അവിടെ ഈ പട്ടിക്കൂട് പണിത പോലെ ഒരു വീട് കിട്ടിയിരുന്നു. അതിൽ ഞങ്ങൾ ഒതുങ്ങിക്കൂടി ജീവിച്ച് ഒന്നും കൃഷി ചെയ്യാനോ വേറെ ഒന്നിനും ഞങ്ങൾക്ക് സ്ഥലം ഉണ്ടായില്ല. ഇപ്പം ഈ 1.5 ഏക്കർ സ്ഥലം വെച്ച് കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. 2002 തുടങ്ങിയതാണ് ഞങ്ങളുടെ ഈ പോരാട്ടം. ഇപ്പോഴത്തെ LDF സർക്കാർ വന്നതിന് ശേഷമാണ് ഇതിനൊരു വിരാമം ഇടാൻ നമുക്ക് സാധിച്ചത്. നമുക്ക് ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് 23 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഭൂമി കിട്ടി. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എത്രത്തോളം ആക്കിയ LDF സർക്കാരിനും അതേപോലെ നമ്മുടെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനും ഞാൻ നന്ദി പറയുകയാണ്. 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഭൂമി ലഭിക്കുകയാണ്. പ്രൊമോട്ടർ എന്ന നിലയിൽ ഇതിന്റെ ഭാഗമാവാൻ സാധിച്ചാൽ സന്തോഷവും അഭിമാനവും കൊള്ളുന്നു. വനാവകാശ നിയമപ്രകാരം ഭൂമി ലഭ്യമാകുന്നതിനുണ്ടായ പ്രതിബന്ധങ്ങളിൽ തളർന്നുപോയ ജനതയെ സർക്കാർ ചേർത്തു നിർത്തിയ കരുതലിൻ്റെ നേർസാക്ഷ്യമാണ് ഒളകര. ഒളകരയിലെ കുടുംബങ്ങളുടെ ഭൂമിക്കായിട്ടുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. 2006 വനാവകാശ നിയമപ്രകാരം അവർക്ക് ഭൂമിയുടെ അവകാശവും രേഖയും നൽകാനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും പല കാരണങ്ങളായിട്ട് നീണ്ടു പോവുകയായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് നമുക്ക് ഓരോ കുടുംബങ്ങൾക്കും 1.5 ഏക്കർ വീതം മൊത്തമായിട്ട് 66 ഏക്കർ വെച്ചിട്ട് നൽകാനുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും അവരുടെ വനാവകാശ രേഖ തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഓരോ പ്ലോട്ടുകളും നമ്മൾ തിരിച്ചിട്ട് അവിടെ കല്ലിട്ട് അവർക്ക് കൈമാറുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത് സാധിച്ചത് ജില്ലാ ഭരണകൂടത്തിന്റെയും എല്ലാ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടിയിട്ട്
ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഭൂമിയുടെ ആവശ്യം സാക്ഷാത്കരിക്കാൻ സാധിച്ചതിൽ നമുക്ക് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. പട്ടികവർഗ വികസന വകുപ്പിനും തൃശ്ശൂർ ജില്ലയ്ക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒരു ചരിത്ര നിമിഷമാണിത്. ഒളകര നിവാസികളോടൊപ്പം ഈ നിമിഷം ആഘോഷിക്കാൻ നാട് മുഴുവൻ ഒരുങ്ങിയിരിക്കുകയാണ്. വനാവകാശ നിയമത്തിന്റെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ അനീതി മൂലം നീതി നിഷേധിക്കപ്പെട്ട ഗോത്ര ജനതയ്ക്ക് നീതി നടപ്പിലാക്കാനുള്ള ശ്രമം ഇവിടെ വിജയം കണ്ടിരിക്കുകയാണ്. വകുപ്പ് ഏറ്റവും വലിയ ഒരു ആഹ്ലാദത്തിന്റെ നിമിഷത്തിലാണ്. കാരണം 2006 മുതൽ നടപ്പിലാക്കിയ വനാവകാശ നിയമത്തിൽ ഇനി ആകെ അവശേഷിക്കുന്ന ഒരു ഉന്നതി മാത്രമാണ് ഒളകര നൽകാനായിട്ടുള്ളത്. ഇത് നിരന്തരമായിട്ടുള്ള അവരുടെ ഈ അവകാശം അനുവദിച്ചു നൽകുന്നതിന് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ഇപ്പോൾ അവസാനം ഇത് ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നത്. ഈ നിമിഷത്തിൽ വകുപ്പിന്റെ ഏറ്റവും വലിയ സന്തോഷവും ആഹ്ലാദവും അറിയിക്കുകയാണ്. ഇതോടുകൂടി ജില്ലയിലെ പരമ്പരാഗത അവകാശങ്ങൾക്ക് വ്യക്തിഗത അവകാശത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അപേക്ഷകളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതൊരു ചരിത്ര നിമിഷമായിട്ടാണ് കാണുന്നത്. കാലഘട്ടത്തിൽ തൃശ്ശൂർ ജില്ലയിലെ സബ് കളക്ടറായി ജോലി ചെയ്യുമ്പോൾ അന്ന് സബ് ഡിവിഷൻ ലെവൽ കമ്മിറ്റിയിൽ ഒളകര ഭൂമി പ്രശ്നം വന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഫലമായി കേരള സർക്കാരും പട്ടികവർഗ വികസന വകുപ്പിനോടൊപ്പം തന്നെ റവന്യൂ വകുപ്പും വനം വകുപ്പും ഒക്കെ ഒത്തുചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി വില്ലേജിൽ ഒളകരയിൽ ഈ 44 കുടുംബങ്ങൾക്ക് സ്വന്തമായി 1.5 ഏക്കർ ഭൂമി വീതം സ്വന്തമാവുകയാണ്. ഏറ്റവും സന്തോഷകരമായ ഈ മുഹൂർത്തത്തിൽ നിയമവ്യവസ്ഥയും അതിൻ്റെ ആനുകൂല്യങ്ങളും ഏറ്റവും സാധാരണക്കാരായവർക്ക് വരെ പ്രാപ്യമാണ് എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണം നമ്മുടെ സമൂഹത്തിന് മുൻപിൽ കാട്ടാൻ കഴിയുന്നു എന്നുള്ളത് വകുപ്പിനെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിൻ്റെ കാര്യമാണ്. ഈ ഉദ്യമത്തിൽ ഒപ്പം നിന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഈ 44 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി ലഭിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഒളക്കര പട്ടികവർഗ കോളനിയിൽ 44 പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നമ്മുടെ റവന്യൂ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ കുടുംബം നേരത്തെ PG ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കുടുംബമാണ്. ആ കുടുംബങ്ങൾക്ക് 44 കുടുംബങ്ങൾക്ക് ഇപ്പോൾ ഭൂമി ലഭ്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതി പട്ടികവർഗ വിഭാഗത്തെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ വരുന്ന ഒരു വർഷം തീർച്ചയായിട്ടും ശേഷിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടി ഗവൺമെന്റും വകുപ്പും ചെയ്യുന്നതായിരിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുക. ഇപ്പോൾ ഈ ഭൂമി ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടനവധി പ്രതീക്ഷ ഞങ്ങൾക്ക് ഈ ഭൂമിയിലുണ്ട്. കാരണം ഒന്ന്, അടച്ചുറപ്പുള്ള നല്ലൊരു വീട്, അതുപോലെ തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടനവധി പ്രതീക്ഷകൾ തുറന്നുണ്ട്. ഇത്ര നാളും കാത്തിരുന്നതിൻ്റെ പ്രതിഫലമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. 44 കുടുംബങ്ങൾക്കും 1.5 ഏക്കർ വീതം ഭൂമി സ്വന്തമായി തീരുമ്പോൾ ഈ സർക്കാരിന് അഭിമാനിക്കാൻ ഏറെയുണ്ട്.
പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ കണ്ണീരൊപ്പി കൂടെ കൂട്ടിയത് നേട്ടങ്ങളുടെ പട്ടികയിലെന്നും തിളങ്ങിത്തന്നെ നിൽക്കും.